എങ്ങനെ പോവും? ഒരു ചരക്ക് വണ്ടി പോകുന്നുണ്ട്. ആ ചരക്ക് വണ്ടിയുടെ സൈഡിൽ കയറിപ്പറ്റി. കാരണം വണ്ടിക്കൂലി കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. അതിൽ കയറിപ്പറ്റി എഡിസൻ്റെ അടുത്തെത്തി ഈ ആഗ്രഹം പറഞ്ഞു. സയൻറ്റിസ്റ്റുകൾ പൊതുവേ നമ്മൾ നോക്കും, നമ്മൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കില്ല അല്ലേ? എഡിസൺ അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു സാധനം കണ്ടു. അത് ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയായിരുന്നു. ബട്ട് ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയാക്കണം, ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. പക്ഷേ എഡിസൺ ഒരു ചാൻസ് കൊടുത്തു അദ്ദേഹത്തിന്. വളരെ തുച്ഛമായ ശമ്പളത്തിലാണെങ്കിൽ പോലും എഡിസൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ഒരു ജോലി ചെയ്യാനുള്ള അവസരം എഡിസൺ ഈ ചെറുപ്പക്കാരന് കൊടുത്തു. അയാൾ ഹാപ്പിയായി. കാരണം എന്താ? തൻ്റെ കഥാനായകനെ തനിക്ക് എന്നും കാണാൻ പറ്റും. അതുതന്നെയല്ല, തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുത്താനും ഒരു ചാൻസാണ് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ചെറുതെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. ഈ ചെറുപ്പക്കാരൻ ആ ജോലി ഏറ്റെടുത്തു. വർഷങ്ങളായി ഇദ്ദേഹത്തിന് പക്ഷേ ഈ ആഗ്രഹിക്കുന്ന ഓപ്പണിങ്, കാരണം എഡിസനെ പോലെ ആൾ എങ്ങനെയാണ് ഇങ്ങനൊരു പയ്യനെ ബിസിനസ് പങ്കാളിയാക്കുക? ആ സമയത്ത് ഈ ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ